ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് മംഗല്യ എന്നുള്ള സ്കീമിലോട്ട്, അതായത് കേരള സർക്കാരിന്റെ കീഴിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകി വരുന്ന മംഗല്യ എന്നുള്ള സ്കീമിലോട്ട് വിധവകളുടെ പുനർവിവാഹത്തിന് നൽകുന്ന ധനസഹായമാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത്. അതിലോട്ട് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപേക്ഷ കൊടുക്കാനായിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡിന്റെ ഭാഗത്ത് ഇമെയിലോട്ട് പോകണോ മൊബൈൽ നമ്പറിലോട്ട് പോകണോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ഇവിടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിലുകൾ, OTP കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അഡീഷണൽ ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് അഭയകിരണം എന്നുള്ള സ്കീമിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂസർ ID പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഇതിന്റെ പുറകിലോട്ട് വരിക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID ആൻഡ് പാസ്വേഡ് ഇവിടെ കൊടുത്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവും. ഇതിൽ മറ്റു സ്കീമുകളുണ്ട്, അതായത് വനിതാ ഗൃഹനാഥ, സഹായഹസ്തം, അതുപോലെ സ്കീമുകളുണ്ട്. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പടവുകൾ എന്നുള്ള സ്കീമാണ്. അതിപ്പോൾ നിലവിൽ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതല്ല. അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. സോ നമ്മളിവിടെ മംഗല്യ എന്നുള്ള സ്കീമാണ് നമ്മൾ നോക്കുന്നത്. അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും ഇവിടെ വന്നിട്ടുണ്ടാവും. ശേഷം താഴേക്ക് വന്നിട്ട് കുറച്ച് നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ഓപ്ഷനുകൾ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ എന്താണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയാണോ അല്ല വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീയാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഭർത്താവിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മേൽവിലാസം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മരണമടഞ്ഞയാളുടെ വിധവയാണ് അപേക്ഷക എന്ന് തെളിയിക്കുന്നതിനുള്ള വിധവാ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് പുനർവിവാഹം കഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിച്ച ഭർത്താവിന്റെ പേരാണ്, പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം, പിന്നെ പുതുതായിട്ട് നടന്ന വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ നമ്പർ, തീയതി, അപേക്ഷയുടെ തൊഴില്, വാർഷിക വരുമാനം, ഭർത്താവിന്റെ തൊഴില്, ഭർത്താവിന്റെ വാർഷിക വരുമാനം, അങ്ങനെയുള്ള ഡീറ്റെയിലുകൾ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും BPL റേഷൻ കാർഡിന്റെ കോപ്പിയും ഇതിലേക്ക്, അല്ലെങ്കിൽ BPL അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പിയും ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ ബോക്സ് കൂടി ടിക്കറ്റ് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കൊരു പ്രിവ്യൂ കാണിക്കും. പ്രിവ്യൂ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്ത് അപേക്ഷ ഈ ഒരു അതോറിറ്റിയിലോട്ട് നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മംഗല്യ സ്കീമിന് അപേക്ഷ കൊടുക്കുന്നത്.